മോൺസിഞ്ഞൂർ പദവി, ചാപ്ലിൻ, മാർപ്പാപ്പയുടെ ചാപ്ലിൻ. അത്യാവശ്യം വിശ്വാസമുള്ള മനുഷ്യർക്ക് അപരിചിതമായ വാക്കുകളാണ് ഇവയൊക്കെ. ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അപരിചിതമാണ്. എന്താണ് ഇവയുടെ അർത്ഥം? എന്താണ് മോൺസിഞ്ഞൂർ പദവി? അല്ലെങ്കിൽ ഒരു വൈദികൻ മോൺസിഞ്ഞൂർ പദവിയിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മാർപ്പാപ്പയുടെ ചാപ്ലിൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പദവിയിലേക്ക് മാർപ്പാപ്പ നേരിട്ടാണോ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വിവരിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യം ഉണ്ടാവാനിടയായ സാഹചര്യം കൂടി വ്യക്തമാക്കാം. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് പ്രവാചക ശബ്ദത്തിൽ ഒരു വാർത്ത കണ്ടത്. ആലപ്പുഴ രൂപതാംഗമായ ഫാദർ ബോയ ജോണി ഇനി മാർപ്പാപ്പയുടെ ചാപ്ലിൻ എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. വാർത്ത ഇതാണ്: ആലപ്പുഴ രൂപതയിൽ നിന്നുള്ള വൈദികൻ ഫാദർ ബോയ ജോണിയെ മാർപ്പാപ്പയുടെ ചാപ്ലിനായി നാമനിർദ്ദേശം ചെയ്തു. ആലപ്പുഴ രൂപത എന്നാൽ നമുക്കറിയാം ലത്തീൻ രൂപതയാണ്. തുടർന്ന് വായിച്ചപ്പോൾ മനസ്സിലായത് വത്തിക്കാൻ നയതന്ത്ര മേഖലയിൽ നൽകുന്ന സേവനത്തിൻ്റെ അംഗീകാരമായാണ് അച്ഛൻ ഈ പദവി നൽകുന്നത്. നമുക്കറിയാം മോൺസിഞ്ഞൂർ എന്നാൽ ഒരു ഓണററി പദവിയാണ്, ഒരു ബഹുമതിയാണ്. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള ഈ തീരുമാനം ആലപ്പുഴ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലാണ് ഫാദർ ബോയ ജോണിയെ അറിയിക്കുന്നത്. മെയ് 21, അതായത് ഈ കഴിഞ്ഞ ബുധനാഴ്ച. അപ്പോൾ സ്വാഭാവികമായ ഒരു ചിന്ത വരാം, എന്താണ് മാർപ്പാപ്പയുടെ ചാപ്ലിൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ്? ഈ മോൺസിഞ്ഞൂർ പദവിയിലേക്ക് പാപ്പ നേരിട്ടല്ലേ ഒരാളെ തിരഞ്ഞെടുക്കുക? എങ്ങനെയാവും ആ തിരഞ്ഞെടുപ്പ്? ഈ ചോദ്യങ്ങളാണ് ഈ വീഡിയോ രൂപപ്പെടാനുള്ള പശ്ചാത്തലം. എന്താണ് മോൺസിഞ്ഞൂർ പദവി? എങ്ങനെയാണ് ഈ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുക? ഫാദർ ബോയ ജോണിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം 2014 സെപ്റ്റംബർ 18 വൈദികനാവുന്നത്. വത്തിക്കാനിൽ ഉന്നത പഠനം നടത്തി പിന്നീട് ആലപ്പുഴ രൂപതയിൽ സേവനം ചെയ്യുന്നതിനിടെ 2021 ജനുവരിയിൽ വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ സേവനത്തിനായി ഇദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ബുർക്കിന ഫാസോയിലും നൈജറിലും അപ്പസ്തോലിക് നൺഷിയേച്ചർ സെക്രട്ടറിയായി സേവനം ചെയ്ത അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 7 മാസമായി ആഫ്രിക്കയിലെ ബുർക്കിന ഫാസോയിൽ സ്ഥാനപതിയുടെ ചുമതല വഹിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഈ മോൺസിഞ്ഞൂർ പദവി അദ്ദേഹത്തെ തേടിയെത്തിയത്. ശരിക്കും മോൺസിഞ്ഞൂർ എന്ന വാക്കിൻ്റെ അർത്ഥം മൈ ലോർഡ് അഥവാ എൻ്റെ കർത്താവേ എന്നാണ്. ചില രാജ്യങ്ങളിൽ ബിഷപ്പുമാരെ മോൺസിഞ്ഞൂർ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മറ്റ് ചില രാജ്യങ്ങളിലും നമ്മൾ സാധാരണയായ ഒരു ബിഷപ്പിനെ ബിഷപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ യുവർ എക്സലൻസി എന്നും വിളിക്കാറുണ്ട്. എന്നാൽ മോൺസിഞ്ഞൂർ പദവി നൽകുന്നതും ഒരു പുരോഹിതനെ മോൺസിഞ്ഞൂറായി ഉയർത്തുന്നതും മാർപ്പാപ്പയാണ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഇതിനായി ഒരാളെ തിരഞ്ഞെടുക്കുന്നതും ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേര് പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുന്നതും ബിഷപ്പാണ്. അതായത് ഈ പുരോഹിതന്റെ ബിഷപ്പ് ആരാണോ അദ്ദേഹമാവും അത് ചെയ്യുക. ഇവിടെ ഫാദർ ബോയ ജോണിയുടെ കാര്യമെടുത്താൽ ആലപ്പുഴ ബിഷപ്പ് റവറൻ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലാവും ഇതിനായി അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിരിക്കുക. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഫ്രാൻസിസ് പാപ്പ ഈ മോൺസിഞ്ഞൂർ പദവിയിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അധിക നാളുകളൊന്നും ആയിട്ടില്ല, ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിസ് പാപ്പ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിങ്ങനെയാണ്: മോൺസിഞ്ഞൂർ പദവിയിലെത്തുന്ന പുരോഹിതരുടെ പ്രായം അദ്ദേഹം 65 വയസ്സായി ഉയർത്തി. അതായത് 65 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമേ ഈ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയുണ്ടാക്കി. ഇതിന് പ്രകാരം നിലവിൽ ആ പദവിയിലുള്ളവർ അവരുടെ പ്രായം 65 വയസ്സിന് കുറവാണ് എങ്കിലും ആ പദവിയിൽ തുടരും. ഇനി പുതിയതായി പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്കായിരിക്കും ഈ വ്യവസ്ഥ ബാധകമാവുക. ഇനി ഇതൊക്കെയാണ് മാനദണ്ഡമെങ്കിലും നമുക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം അതൊന്നും കൂടാതെ ഒന്നും സാധ്യമാവുകയില്ല. നാമനിർദ്ദേശം ചെയ്യപ്പെടാനും മാർപ്പാപ്പയാൽ അംഗീകാരം ലഭിച്ച് ഈ പദവി സ്വീകരിക്കാനുമൊക്കെ ഒരുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകണം. മോൺസിഞ്ഞൂർ പദവി ലഭിച്ച ഫാദർ ബോയ ജോണി അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരാൾ പരിശ്രമത്തിലൂടെ സമ്പാദിക്കുന്ന ഒന്നല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാവൂ. ഈ ബഹുമതിക്ക് താൻ ദൈവത്തോടും പരിശുദ്ധ പിതാവിനോടും നന്ദി അർപ്പിക്കുകയാണ്. തുടർന്ന് ഔപചാരിക സ്ഥലമാറ്റം ലഭിക്കുന്നത് വരെ ബുർക്കിന ഫാസോയിൽ സേവനമനുഷ്ഠിക്കുമെന്നും നിലവിലെ പാസ്റ്ററൽ നയതന്ത്ര ഉത്തരവാദിത്തങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. പാപ്പയുടെ ചാപ്ലിൻ പദവിയിലേക്ക്, മോൺസിഞ്ഞൂർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബോയ ജോണി അച്ഛന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തുതി.